അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ പോലീസ് വെടിവെച്ചു കൊന്നു എന്നൊരു സങ്കടകരമായ വാർത്ത വരുന്നുണ്ട്. തെലങ്കാന സ്വദേശിയായ മുഹമ്മദ് നിസാമുദ്ദീനാണ് കൊല്ലപ്പെട്ടത്. സെപ്റ്റംബർ 3 കാലിഫോർണിയയിലെ സാന്റാ ക്ലാരയിലാണ് സംഭവം. വംശീയ വെറിയാണ് പോലീസ് വെടിവെപ്പിന് പിന്നിലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കത്തി ഉപയോഗിച്ച് അപ്പാർട്ട്മെന്റിലെ സഹതാമസക്കാരെ ആക്രമിച്ചതിനെ തുടർന്നാണ് വെടിവയ്പ് നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഡൽഹിയിൽ നിന്നും ശരത്ലാൽ ചേർന്നു. ശരത്തെ, അത്യന്തം ദുഃഖകരമായ വാർത്തയാണ് വരുന്നത്. എന്തു സംഭവിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം? ശരത്ത്, കേൾക്കാമോ? ഒരു സംഭവം തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 3 ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത പുറത്ത് ആദ്യം വരുന്നത്. അത് പ്രാദേശിക മാധ്യമങ്ങളിലായിരുന്നു. കാരണം സ്വന്തം ഒരു അപ്പാർട്ട്മെന്റിലെ സ്വന്തം മുറിയിലുള്ള വ്യക്തികളെ കത്തികാട്ടി ആക്രമിച്ച ആ വ്യക്തിയെ വെടിവെച്ച് കൊന്നു എന്നുള്ള വാർത്തയാണ് വന്നത്. അതിനുശേഷം സെപ്റ്റംബർ 18 മാത്രമാണ് ഇയാൾ ഇന്ത്യക്കാരനാണെന്നും തെലങ്കാന സ്വദേശിയാണെന്നും സ്ഥിരീകരിക്കപ്പെടുകയും അവരുടെ കുടുംബത്തെ വിവരം അറിയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ പോലീസ് വിശദീകരണം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഇദ്ദേഹം 2016 ഇദ്ദേഹം അമേരിക്കയിൽ പഠനാവശ്യത്തിനെത്തുന്നത്. ഫ്ലോറിഡയിലായിരുന്നു നിസാമുദ്ദീൻ പഠനം തുടർന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം ഫ്ലോറിഡയിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് പോവുകയായിരുന്നു. അവിടെ അദ്ദേഹം ഒരു അപ്പാർട്ട്മെന്റിൽ ബെഡ് ഷെയർ ചെയ്യായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സംഘടനമാണ് അല്ലെങ്കിൽ കത്തി കൊണ്ട് അതായത് അടുത്ത ബെഡിലുള്ള വ്യക്തികളെ ആക്രമിച്ചു എന്നും അത്തരത്തിലുമുള്ള ഒരു ഫോൺ കോളാണ് പോലീസിന് ലഭിച്ചെന്നും ആ പോലീസ് ചെല്ലുമ്പോൾ അദ്ദേഹം കത്തികാട്ടി മറ്റുള്ളവരെ ആക്രമിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് വെടിവെച്ചെന്നുമാണ് സാന്താക്ലോസ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിസാമുദ്ദീന്റെ മൃതദേഹം ആശുപത്രിയിൽ മോർച്ചറിയിലാണ്. അവിടെയുള്ള ഒരു ലോക്കൽ ആശുപത്രിയിലാണെന്നാണ് പിതാവിന് ലഭിച്ച വിവരം. ഹൈദരാബാദിലെ റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ് നിസാമുദ്ദീന്റെ പിതാവ്. അദ്ദേഹം പറയുന്നത് ഇത് വർഗീയ വംശീയ വെറിയുടെ ഭാഗമാണ്. തന്റെ മകൻ അങ്ങനെ കത്തി കാണിച്ച് ഇതുവരെ ആക്രമിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരു തെലങ്കാന സ്വദേശി അമേരിക്കയിൽ കാലിഫോർണിയയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത്ലാൽ.